തുടർച്ചയായി 2 ദിവസങ്ങളിൽ വീടുകൾക്ക് സമീപം അജ്ഞാതനെ കണ്ടതോടെ ഭീതിയിൽ കാഞ്ചിയാർ മേഖല. കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് സമീപത്താണ് ജനവാസ മേഖലയിൽ വീടിന്റെ ടെറസിൽ 2 ദിവസങ്ങളിലായി അജ്ഞാതനെ കണ്ടത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ സമീപത്തെ പറമ്പിലേക്ക് ഓടിമറഞ്ഞു. കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബക്കടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. കഴിഞ്ഞ 29-ാം തീയതി രാത്രിയും കഴിഞ്ഞ ദിവസം രാത്രിയുമാണ് കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് സമീപത്ത് വീടിന്റെ ടെറസിന് മുകളിൽ അജ്ഞാതന്റെ സാന്നിധ്യമുണ്ടായത്. രാത്രി 10 മണിയോടെയാണ് ഇയാളെ 2 ദിവസവും വീട്ടുകാർ കണ്ടത്. ടെറസിന് മുകളിൽ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുക്കാൻ പോയ സമയത്താണ് വീട്ടുകാർ ഇയാളെ കണ്ടത്. തുടർന്ന് ബഹളം വച്ചതോടെ ഇയാൾ സമീപത്തെ കൃഷിയിടത്തിലേക്ക് ഓടിമറഞ്ഞു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അതേസമയം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇയാളെ കണ്ടതിനു ശേഷമാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബക്കടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നതെന്നും വീട്ടുകാർ പറഞ്ഞു. ഇവിടുത്തെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടതോടെ ഇവിടെ എത്തിയ അജ്ഞാതൻ ധരിച്ചിരുന്ന വേഷവും സമാന രീതിയിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് ബാത്റൂമിൽ വെച്ചിട്ട് കുളിക്കാനായിട്ട് തുണിയെടുക്കാനായിട്ട് ടെറസമ്പുറത്ത് കയറി വന്നപ്പോൾ തലയിൽ തുണിയിട്ട ആൾ ഇവിടെ ഇരിക്കുന്നു. കറുത്ത പാൻറ്റും വെള്ള തോർത്ത് വിട്ട് മുഖം മൂടിക്കെട്ടി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പുറകോട്ട് ഇറങ്ങി ചെന്ന് തുണിയെടുത്തില്ല. ഇവർ ഈ ടോണിച്ചാനൊക്കെ വന്നു കഴിഞ്ഞാൽ തുണിയെടുത്തേ. അന്നേരം പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി. എനിക്കെന്നാൽ വലിയ പേടിയായിട്ടൊന്നും തോന്നിയില്ല താനും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്ന് പെരെ കയറി ഇവിടുത്തെ ചേച്ചിയോട് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം ഓടിച്ചെന്ന് ഒരു വാക്കത്തി എടുത്ത് ഒരു ഫോണും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാവരും വന്നു. പിന്നെ ഗേറ്റ് തുറന്നു കിടക്കുമായിരുന്നു. എന്നാലും പിന്നെ എങ്ങോട്ട് പോയെന്നറിയില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മോഷ്ടാവിന്റെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കണമെന്നാണ് ആവശ്യം. പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് മോഷ്ടാവ് മോഷണം നടത്തിയിരിക്കുന്നത്. മോഷ്ടാവിന്റെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായതോടെ സ്ത്രീകൾ അടക്കമുള്ളവർ ഭീതിയിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇരട്ടയാർ കൊച്ചുകാമാക്ഷിയിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു.